നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകര കടമ്പോട് ഉറക്കത്തിനിടെ പാമ്പുകടിയേറ്റ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ 7 വയസ്സുള്ള ആൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോഷിന്റെ നില ഗുരുതരം. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. വാൽപ്പാറ ലയത്തിൽ താമസിക്കുന്ന 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യും. വയനാട്ടിൽ ദുരന്തബാധിതർക്കുള്ള വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വിവാദത്തിൽ മന്ത്രി കെ രാജനെതിരെ ചാണ്ടി ഉമ്മൻ. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്ന് പരിഹാസം. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് പരാതി. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ചേപ്പലക്കോട് സ്വദേശി ബെന്നിയാണ് മരിച്ചത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോവുകയാണെന്ന് ചാണ്ടി ഉമ്മൻ. രാഹുൽ ഗാന്ധി പറയുന്നയാൾ മുഖ്യമന്ത്രിയാകുമെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പ്രതികരിച്ചു. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മുന്നറിയിപ്പ്. തനിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം ലക്ഷം വീടിന് സമീപം താമസിക്കുന്ന കോളൂർക്കാവിൽ 54 വയസ്സുള്ള പ്രകാശ് ബാബുവാണ് മരിച്ചത്. ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കായി ദേശീയപാതയിലെ ചാലക്കുടി പാലം അടച്ചു. പുഴയ്ക്ക് കുറുകെയുള്ള എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലം 6 ദിവസത്തേക്കാണ് അടച്ചിട്ടത്. പ്രശസ്ത അഷ്ടപതി സോപാന ഗായകൻ ഊരമന രാജേന്ദ്രമാരാർക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഷ്ടപതി പുരസ്കാരം സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. അതിരൂപത 139ാം ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ സ്വാഗത സംഘം യോഗം ചേർന്നു. ഫൊറോന പള്ളി ഹാളിൽ ചേർന്ന യോഗം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഭഗവതിയുടെ ആറാട്ട് തിങ്കളാഴ്ച നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് ദേശത്തട്ടാൻ താലിയും ദേശപ്പണിക്കർ നൂലും സമർപ്പിക്കുന്നതോടെ ഭഗവതി ആറാട്ടിന് എഴുന്നള്ളും. 27-നാണ് പൂരം. പഴയന്നൂർ നീർണമുക്ക് സ്വർണ്ണക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. നീർണമുക്ക് ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് പേരൂർ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കേരള ലളിതകലാ അക്കാദമിയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ചയെ നടന്നു വന്നിരുന്ന നാരായണീയ സപ്താഹ യജ്ഞം സമാപിച്ചു. യജ്ഞാചാര്യൻ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരിയും ഉപാചാര്യൻ മുതുവറ ദിവാകരൻ നമ്പൂതിരിയും ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകി. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കാഞ്ഞാണി ഭാരത് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജനെ CPI ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി PV സന്തോഷ്, മേൽശാന്തി PR ലിജേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 23-നാണ് മഹോത്സവം. ആറങ്ങോട്ടുകരയിൽ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താനായി 30 അടി താഴ്ചയുള്ള കിണറ്റിലിറങ്ങിയ മധ്യവയസ്കനെ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി. ദേശമംഗലം പഞ്ചായത്ത് അംഗം മഞ്ജുളയുടെ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മുരളിയാണ് കിണറ്റിലകപ്പെട്ടത്. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം നടന്നു. തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടന്ന ഹിന്ദു മഹാസംഗമം പ്രൊഫസർ V മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങളുടെ ജാറത്തിൽ നടന്ന ചന്ദനക്കുടം നേർച്ച വർണ്ണാഭമായി. കുടിയേറ്റ കാഴ്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചേറ്റുവ ചുള്ളിപ്പടി ഫൈസൽ, ബിൻ ഹസൻ എന്നിവരുടെ വസതിയിൽ നിന്ന് പുറപ്പെട്ട് ജാറത്തിലെത്തി കൊടിയേറ്റി. നെല്ലുവായ് ശ്രീ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുടം മഹോത്സവം ആരംഭിച്ചു. കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. കൊടകര സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൊടകര പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസ് ഇൻചാർജ് ഡോക്ടർ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു.
ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. MLA-മാരായ VD സതീശൻ, ET ടൈസൺ എന്നിവർ ചേർന്ന് കാൽനാട്ട് നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.